ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ രണ്ട് വിവാദങ്ങളും ചർച്ചകളും കൊടുമ്പിരി കൊള്ളുകയാണ്. ഒന്ന്, സവർണ ഫാസിസ്റ്റുകളെന്ന് ഒരിക്കൽ വിളിക്കുകയും സവർണാധിപത്യത്തിൻ്റെ ഉസ്താദുമാരെന്ന് വിളിക്കുകയും ചെയ്ത ശങ്കരാചാര്യന്മാരുടെ മഠങ്ങളിലുള്ള സന്യാസിമാരെ വാനോളം പുകഴ്ത്തുന്ന ഒരു വിഭാഗം, ആ വിഭാഗം തന്നെ മലയാളത്തിൻ്റെ വാനമ്പാടിയായ KS ചിത്രയെ കല്ലെറിയുന്നതും കാണാം. രണ്ടും ഒരു കൂട്ടരാണ്. വളരെ വിരോധാഭാസം എന്ന് തോന്നുന്നു. കാരണം ഒരിടത്ത് കാവ്യെടുത്ത സന്യാസിമാരെ വാനോളം പുകഴ്ത്തുന്നു, അതേ നാവ് കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠാദിനത്തിന് വിളക്ക് വെക്കണമെന്ന് പറഞ്ഞ KS ചിത്ര എന്ന ഗായികയെ കല്ലെറിയുകയും ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് കൂട്ടത്തിലുള്ളവരെ ഒന്ന് പരിചയപ്പെടാം. ശങ്കരാചാര്യ മഠത്തിലെ സന്യാസിമാർക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? സംഭവം ലളിതമാണ്. ഇത് പറയുന്നത് കല്ലെറിയുന്നവരെ തിരുത്താൻ വേണ്ടിയല്ല, പകരം കേട്ടിരിക്കുന്നവരെ ഇല്ല കല്ലേറ് കൊള്ളുന്നവർക്ക്, ഇല്ലെങ്കിൽ കല്ലേറ് കൊള്ളുന്നതിൽ കാണുമ്പോൾ വേദന തോന്നുന്നവർക്ക് സത്യം അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ശങ്കരാചാര്യ മഠങ്ങളിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ നിരന്തരം മോദിക്കെതിരെ ഈ ആക്രമണം അഴിച്ചുവിടുന്നത്, വാരണാസിയിൽ പോയിട്ട് അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടുത്ത സമയത്ത് നടന്ന പത്രസമ്മേളനങ്ങളും മറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കോൺഗ്രസിനും സ്വാമിമാർക്കും ഒരേ ശബ്ദം ഒരേ വാക്കാണ്. ഒന്നുകിൽ ആദ്യം കോൺഗ്രസിൻ്റെ വക്താവ് പറയും, പിന്നെ സ്വാമിമാർ പറയും, ഇല്ലെങ്കിൽ സ്വാമിമാർ പറയും, പിന്നെ കോൺഗ്രസിൻ്റെ വക്താവ് പറയും. ഇത് ഇന്നലെയും തുടങ്ങിയ തർക്കമല്ല. ശ്രീരാമജന്മഭൂമി സംഭവങ്ങൾ അങ്ങനെ സംഘർഷത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയും പിന്നീട് അതൊരു കോംപ്രമൈസിലേക്ക് നീങ്ങണമെന്ന്, ഇല്ലെങ്കിൽ നീക്കുന്ന ഒരു നാടകം കളിക്കണമെന്ന് കോൺഗ്രസിന് തോന്നുകയും ചെയ്തു. കോൺഗ്രസ് എക്കാലവും അങ്ങനെയാണ്, ബാലൻസ് ചെയ്ത് പോവുകയാണ് പതിവ്, ഒന്നും തീർക്കില്ല. കാരണം ഒരു തട്ട് പൊങ്ങി നിന്നാൽ അടുത്ത തട്ടിലേക്ക് എന്തെങ്കിലും ഇറക്കി വെച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ബാലൻസ് ചെയ്ത അനവധി കേസുകളുണ്ട്. ഷബാനു കേസിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമ ക്ഷേത്രം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാ തെക്ക് നിന്ന് വടക്കോട്ട് മുസ്ലിങ്ങളുടെ ഒരു പടുകൂറ്റൻ റാലി വന്നു. അത് ഭയന്നിട്ടാണ് ലജ്ജ എന്ന് പറയുന്ന തസ്ലീമ നസീറിൻ്റെ ബുക്ക് നിരോധിച്ചു. അങ്ങനെ ബാലൻസ് കളിയാണ്. ആ ബാലൻസ് പൊട്ടിപ്പോയത് 2014 അതായത് എങ്ങും ഒരു നിലപാടില്ല, അവിടെയും ഇവിടെയും നിന്ന് കിട്ടാവുന്നിടത്തോളം വോട്ടുകൾ നേടുക എന്നുള്ള കോൺഗ്രസിന് തന്ത്രം. വിഭജിച്ച് ഭരിക്കുക, ആ ഭരിക്കുന്ന രണ്ട് കൂട്ടരിൽ നിന്നും വോട്ടുകൾ നേടുക. പക്ഷേ 2014 ആയപ്പോഴേക്കും ഉറച്ച നിലപാടുള്ളൊരു പാർട്ടി അധികാരത്തിൽ വന്നു. അവർക്ക് എക്കാലവും നമ്മളുടെ ദേശീയതയും ഹിന്ദുത്വവും ഒക്കെ തന്നെയായിരുന്നു അവരുടെ നിലപാട്. അതിലവർ വെള്ളം ചേർത്തില്ല, മായം ചേർത്തില്ല. അതുകൊണ്ട് തന്നെ ആ പാർട്ടി രണ്ടാമതും അധികാരത്തിലേറി. അപ്പോൾ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, ഈ അയോധ്യ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് കോൺഗ്രസിന് ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അത് പരിഹരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുന്നത് വേണ്ടി തങ്ങൾ ശ്രമിക്കുന്നതായിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതിനായി അവർ രൂപീകരിച്ചൊരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു ഈ പറയുന്ന മഠത്തിലെ സ്വാമിമാർ. മറ്റു ചിലരും കൂടി ഉണ്ടായിരുന്നു. അവരാണ് UPA സർക്കാരിൻ്റെ കാലത്ത് ഈ അയോധ്യ വിഷയം എതിർകക്ഷിയായ ഈ ബാബറി മസ്ജിദ് ഇതിൻ്റെ ആളുകളുമായി ചർച്ച നടത്തുകയും കോംപ്രമൈസിന് ശ്രമിക്കുകയും വലിയ വാർത്താ പ്രാധാന്യം നേടുകയൊക്കെ ചെയ്തു. 2014 മോദി അധികാരത്തിൽ വന്നതോടുകൂടി ഈ ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി. കാരണം രണ്ടു കൂട്ടർ തമ്മിൽ പ്രശ്നമുള്ളപ്പോൾ ആ രണ്ടു കൂട്ടരും നേർക്കുനേറിയിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അയോധ്യ ആയാലും കാശി ആയാലും ഇനി ലോകത്ത് എന്തായാലും അതിന് ഇടനില നിന്ന് ആരും മുതലെടുക്കേണ്ട, ഇല്ലെങ്കിൽ ഷൈൻ ചെയ്യേണ്ട, ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിന്നു കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ ചൊറിച്ചിൽ. ഇപ്പോൾ കാര്യം ഏതാണ്ട് ക്ലിയർ ആകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ടീം, ആ ടീമാണ് ഇപ്പോൾ പുതിയൊരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി ഈ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് ശരിയല്ല, ക്ഷേത്രം പൂർണ്ണമായി പണിതിട്ടില്ല എന്ന്. കോൺഗ്രസ് അതുടൻ തന്നെ ഏറ്റുപിടിച്ചു, ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന്. അപ്പോഴേക്കും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തുള്ള സകലമാന സുടുക്കളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാനും ആരംഭിച്ചു. ഇവിടെ ക്ഷേത്രം വരുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു ഇന്നലെ വരെ. ഇപ്പോൾ ക്ഷേത്രം പണി തുടങ്ങി, ക്ഷേത്രം അതിൻ്റെ ജനങ്ങൾക്കായി നൽകുന്ന ചടങ്ങ് വന്നപ്പോൾ ക്ഷേത്രം പണി തീർത്തിട്ട് മതി, നന്നായിട്ട് തീർക്കണമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വന്നു. സത്യത്തിൽ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് തോന്നിപ്പോകുന്നതാണ്. ഏതായാലും ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിമാരുടെ ആ ചൊറിച്ചിലിന് പിന്നിലുള്ള കാര്യകാരണങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് കോൺഗ്രസിൻ്റെ കാലത്ത് അവർക്ക് കിട്ടിയ ആ ഒരു വലിയ ഹൈപ്പൊന്നും മോദിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടനില നിന്ന് വലിയ രീതിയിൽ കോൺഗ്രസിനെ സഹായിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല. കേരളത്തിലുള്ള ചില ആളുകൾ കരുതുന്ന പോലെ എന്തെങ്കിലും ഒരിക്കൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അന്നേരം പഴയ പ്രതാപം തിരിച്ചു കിട്ടുമെന്നും അതിൽ ചിലരെങ്കിലും കരുതുന്നു. അതിൽ കൂട്ടത്തിലുള്ള എല്ലാ സന്യാസിമാരും അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്ന് ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. ചിലരുണ്ട് എല്ലാ കാലത്തും എല്ലായിടത്തും. ഇനി കേരളത്തിലേക്ക് വരുമ്പോഴാണ് വിചിത്രമായ മറ്റൊരു കാര്യം. KS ചിത്ര അവർ പേരുകൊണ്ടും അവരുടെ പെരുമാറ്റം കൊണ്ടുമെല്ലാം തികഞ്ഞൊരു ഹിന്ദുവാണ്. അവർ RSSകാരിയാണോ എന്ന് നാം ഇതുവരെ അറിയില്ല, നമുക്കാർക്കും കണ്ടിട്ടുമില്ല അത്തരം വേദികളിലൊന്നും.
അങ്ങനെ ഉള്ള KS ചിത്രയെ പെട്ടെന്ന് സംഖ്യയാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വലിയ വിഷയമുണ്ട്. ഇവിടെ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നവരും അമ്പലങ്ങളെക്കുറിച്ച് പറയുന്നവരും ഇല്ലെങ്കിൽ വിശ്വാസികളെന്ന് പറയുന്നവരെ മുഴുവൻ സംഘി ചാപ്പകുത്തി ഒതുക്കി നിർത്തുകയും മറ്റേ വിഭാഗത്തിന് മതേതര പട്ടം കൊടുത്തുകൊണ്ട് അവരിൽ വിഷം കുത്തിവെക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ കാലങ്ങളായി നടക്കുന്നത്. അത് ഉത്തരേന്ത്യയിലുള്ളവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരക്കാർക്ക് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തല പോലും പൊക്കാൻ വയ്യാത്ത വിധം അവർ അടിച്ചൊതുക്കിയത്. അതായത് ബഹുഭൂരിപക്ഷം വരുന്നവർ. ഇവിടെയും കേരളത്തിലും ആ കളി തന്നെയാണ് ഇറക്കുന്നത്. ശോഭന BJP വേദിയിലെത്തിയപ്പോൾ സംഖ്യയാക്കി. ആ ശോഭന അതിനൊരാഴ്ച മുമ്പ് പിണറായി വിജയനോടൊപ്പം ഈ നവകേരള യാത്രയിൽ പങ്കെടുത്തു. അന്നാരും അവരെ കമ്മിയാക്കി കണ്ടില്ല. ഇപ്പോൾ KS ചിത്രയ്ക്കെതിരെയാണ്. KS ചിത്ര ഒരു തികഞ്ഞ ഹിന്ദുവാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാനും വിളക്ക് കത്തിക്കാൻ ആഹ്വാനം ചെയ്യാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അവർ ആഹ്വാനം ചെയ്തത് ആ വിശ്വാസികളോടാണ്. ഇല്ലെങ്കിൽ തന്നെ അവരാഹ്വാനം ചെയ്താൽ എല്ലാവരും വിളക്ക് കത്തിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അവരവരുടെ വിശ്വാസികളുടെ ആഹ്വാനം ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവിടെ ഒരുത്തനുമില്ല. ഇവിടെ ഇനി മതത്തിൻ്റെ പേരിലാണ് ആ ഗായികയെ നിങ്ങൾ കല്ലെറിയുന്നെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം. ഇതേ കല്ലുകൾ പെറുക്കിക്കൂട്ടി വെച്ച് തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ കണ്ടം വഴി ഓടിയത്. അത് കേരളത്തിലും വരാധികം സമയമുണ്ടാകില്ല. 130 കോടി ജനം ഇതെല്ലാം കണ്ടും കേട്ടും ക്ഷമിക്കുന്നത് അവരുടെ ക്ഷമാശീലമുള്ളത് കൊണ്ട് മാത്രമല്ല, അവരുടെ മതം അവരെ അതുതന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ മതമാണ് ഏറ്റവും വലുതെന്ന് നാഴിക്ക് 40 വട്ടം പറയുകയും മറ്റു മതങ്ങളെ പുച്ഛിക്കുകയും ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ചിത്ര പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. എന്താണ് ഹിന്ദു മതമെന്നുള്ളത്, അതിൻ്റെ വിശാലത എന്താണെന്നുള്ളത്. അവർ മണ്ടന്മാരോ ബലഹീനരോ അല്ല എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡതാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സംഖ്യയാക്കും, എന്നിട്ട് പറയും ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല കേട്ടോ, RSSനെതിരാണ്, അവരല്ലേ അമ്പലത്തെക്കുറിച്ച് പറയുന്നത്. അതായത് വിഗ്രഹാരാധനയെ എതിർക്കുന്ന ലോകത്തുള്ള മുഴുവൻ കാഫിറുകളെയും കൊന്നൊടുക്കണമെന്ന് പറയുന്നവർ പല പേരിൽ വന്നാണ് പോസ്റ്റിംഗ് കമൻറ്റ് വിടുന്നത്. അതിൽ ഹിന്ദു പേരുകളുണ്ട്, ക്രിസ്ത്യൻ പേരുകളുണ്ട്, ഇതിലാണ് വന്ന് ഇടുന്നത്. ഏതായാലും KS ചിത്രയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു ഹൈന്ദവ വിശ്വാസി എന്ന നിലയിൽ തൻ്റെ വിശ്വാസത്തിനോടൊപ്പം നിൽക്കുന്നവരോട് വിളക്ക് കത്തിക്കാനാണ് പറഞ്ഞത്. അല്ലാതെ ഒരു സുടുക്കളോടും വന്ന് വിളക്ക് കത്തിക്കണമെന്നവർ പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ചൊറിയാനാരും നിൽക്കേണ്ട. ഇനി മറ്റൊന്നുകൂടി, ഇവിടെ മറ്റു മതത്തിലുള്ളവരും കലാകാരന്മാരുണ്ട്. അവരൊക്കെ 5 നേരം നിസ്കരിക്കുന്ന പടമിട്ട് ലൈക്ക് ചെയ്യുകയും അതിനെ മതേതരത്വമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതേ നാവ് കൊണ്ട് KS ചിത്രയ്ക്കെതിരെ ചൊറിയാൻ നിൽക്കരുത്. പഴയ കാലമല്ല. അങ്ങനെ നിങ്ങൾ ചൊറിഞ്ഞു മാന്തി പൊളിച്ച ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ. അവരെല്ലാം ഇന്ന് ഒന്നിച്ചതിൻ്റെ ഫലമാണ് എങ്ങും തലപൊക്കാൻ പോലും കഴിയാതെ നെട്ടോട്ടമോടേണ്ട അവസ്ഥ. അതധികം വൈകാതെ കേരളത്തിലും സംഭവിക്കും. അതുകൊണ്ട് ഈ ഹിന്ദുക്കൾ ഇല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നവൻ ആർജവത്തോടെ നട്ടെല്ല് നിവർത്തി തന്നെ അവൻ്റെ മതത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു വ്യാമോഹവും വേണ്ട. പിന്നെ പോസ്റ്റ് ഇടുക, കമൻ്റ് ഇടുക എന്നുള്ളത് കഴുത കാമം കരഞ്ഞു തീർക്കുന്നതിന് തുല്യം മാത്രമാണ്. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഒരു മതപണ്ഡിതൻ, ഒരു ഇസ്ലാം മതപണ്ഡിതൻ പറയുന്നു, മോദിക്ക് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ അവകാശമില്ല. കാരണം ഈ ക്ഷേത്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നപ്പോഴും ബ്രാഹ്മണന്മാരായിരിക്കണമെന്നുള്ളതാണ് ഹിന്ദു മതം പറയുന്നതെന്ന്. ആ മതപണ്ഡിതനോട് പറയാനുള്ളത്, താങ്കളുടെ മതത്തിന് പുറത്തിറങ്ങി മറ്റ് മതങ്ങൾ കൂടി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് താങ്കൾ ഒരു പൂർണ്ണമായ ഒരു മതപണ്ഡിതനാകുകയുള്ളൂ. അല്ലാതെ തൻ്റെ മതത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് മറ്റ് മതങ്ങളെ നോക്കിയാൽ ആ മതങ്ങളുടെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാകില്ല. ഈ രാമായണം എഴുതിയ വാൽമീകി പിന്നോക്കക്കാരനായിരുന്നു. ഒപ്പം തന്നെ ശ്രീരാമൻ്റെ ആ 10 ദശാവതാരം എടുത്തു നോക്കിയാൽ അതിൽ OBC മുന്നോക്കവും പിന്നോക്കവും എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ വേറൊന്നും നോക്കണ്ട, നമ്മുടെ കേരളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നോക്ക സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച അനവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഹിന്ദുമതം വളരെ വിശാലമാണ്, അതിൻ്റെ സിസ്റ്റങ്ങളും വളരെ വിശാലമാണ്. നിങ്ങൾക്കത് മനസ്സിലാകില്ല. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഉടനൊന്നും നടക്കില്ല. ഹിന്ദുമതത്തിലുള്ളവർക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പെടാപ്പാട് വിടുകയാണ്. ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായി അവർ ശ്രമിക്കുന്നു പോലുമില്ല. അവിടെയാണ് തൻ്റെ മതം വലുതെന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യം. ഏതായാലും KS ചിത്രയെ കല്ലെറിഞ്ഞോടിച്ചുകൊണ്ട് ഇവിടെ ഇല്ലാതാക്കി മറ്റാരെങ്കിലും പ്രതിഷ്ഠിക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട. നിങ്ങൾ ഇത്തരത്തിൽ ആളുകളെ സൈഡാക്കാനാണ് തീരുമാനമെങ്കിൽ ഇന്ത്യയിലെ 130 കോടി ജനം ഒന്ന് മനസ്സ് വെച്ചാൽ എന്താകും ഈ കല്ലെറിയുന്നവരുടെ അവസ്ഥ എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നന്നായിരിക്കും. ഈ രാജ്യത്തുള്ള ദേശാഭിമാനികളായ ഇല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള ഒരുപടി ഇന്ത്യക്കാർ വിചാരിച്ചപ്പോൾ നമ്മുടെ അതിർത്തിയിലുള്ള 2.25 ലക്ഷം പേർ താമസിക്കുന്ന ഒരു കൊച്ചു ദ്വീപ് മാലിദ്വീപ് പട്ടിണിയുടെ പരിവട്ടത്തെത്തി നിൽക്കുന്നു. അതുകൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ല. അതായത് ഒരു കൂട്ടരെ സൈഡാക്കാൻ നിങ്ങൾ കുറേ നാളായി പല ചാപ്പകളും ഉപയോഗിക്കുന്നു. ആ ചാപ്പകളൊന്നും ഇനി വേണ്ട. ഞങ്ങളാരും BJPക്കാരല്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. അതിൽ മുറുകെ പിടിച്ച് തന്നെ മരണം വരെ ജീവിക്കും. അതിനുവേണ്ടി തന്നെ പ്രയത്നിക്കുകയും ചെയ്യും. അതിനൊക്കെ ചൊറിയാൻ നിൽക്കരുത്. 130 കോടി ജനം ചൊറിഞ്ഞാൽ
പിന്നെ നിങ്ങൾക്ക് നിൽക്കാൻ ഇടമുണ്ടാകില്ല. അതുകൂടി ആലോചിക്കണം. ഇതൊരു മതേതര രാജ്യം മാത്രമല്ല, സമാധാനം കാംക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം ജീവിക്കുന്ന നാടുകൂടിയാണ്. ഇവിടെ ഒരു കലാപത്തിൽ തിരികൊളുത്തി നാളെ മോദി ഇറക്കാമെന്ന തെറ്റിദ്ധാരണയും വേണ്ട. കാരണം നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും ഈ അടുത്ത കാലത്ത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഇനി 2024 മോദി ഒരിക്കൽ കൂടി വന്നാൽ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞു തീർക്കാൻ പോലും ഇനി സ്പേസ് ഉണ്ടാകില്ല. അതുകൂടി മനസ്സിലാക്കണം. നമുക്കെല്ലാം ഒന്നിച്ച് സാഹോദര്യത്തിൽ പോകുന്നതല്ലേ നല്ലത് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ചെറിയ ഒരു ശക്തി വെച്ച് കൂടെ കൂട്ടുന്ന ചില പഴുതാരകളെയും ചില തേരട്ടകളെയും വിചാരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ സിംഹത്തെ ആക്രമിക്കാമെന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പോയിന്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.